ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് കാട്ടി നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് ഇമെയിൽ അയച്ചു. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം മറുപടി അയക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്തുകൊണ്ട് അന്വേഷണ സംഘം നോട്ടീസ് അയക്കുന്നില്ല സിദ്ദിഖിനെന്ന ചോദ്യം കുറെ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് സിദ്ദിഖ് തന്റെ സന്നദ്ധത ഇമെയിൽ മുഖേന അറിയിക്കുന്നത്. അന്വേഷണ സംഘം എന്നത്തേക്ക് സിദ്ദിഖിനെ വിളിപ്പിക്കും? സൈത്ത് 22-ാം തീയതി വരെയാണ് അറസ്റ്റ് പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നത്. ഇതിനിടയിൽ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാം, ആവശ്യമെങ്കിൽ അറസ്റ്റും നടത്താം. അതിനുശേഷം വിചാരണ കോടതിയുടെ ഉപാധികളോടെ സിദ്ദിഖിനെ വിട്ടയക്കണം. ഈ തരത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചിരുന്നില്ല. ഇതിന് പിന്നിൽ ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പിന്നീട് കോടതി കേസ് പരിഗണിക്കുമ്പോൾ സിദ്ദിഖിനെ ഇതുവരെ ചോദ്യം ചെയ്തില്ല എന്ന് കോടതിയെ അറിയിക്കുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യാം. അതായത് കസ്റ്റഡിയൽ ആക്ഷൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. അവിടെ സിദ്ദിഖിന്റെ അറസ്റ്റ്, തെളിവെടുപ്പ്, പിന്നീട് ഈ അറസ്റ്റിന് മറ്റ് നിയമപരമായ തടസ്സം കോടതിയുടെ ഭാഗത്തു നിന്നില്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകാം. അതുവഴി റിമാൻഡ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകണം ഇപ്പോൾ സിദ്ദിഖ് അങ്ങോട്ട് മെയിൽ അയച്ചിരിക്കുന്നത്, തന്റെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ചോദ്യം ചെയ്യാൻ എത്താൻ തയ്യാറാണ്, തന്നെ അതിന് വിളിപ്പിക്കണം എന്നൊരാവശ്യമാണ് ഈ മെയിലിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു അനൌദ്യോഗികമായ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. സിദ്ദിഖിനെ 22-ന് മുൻപ് തന്നെ വിളിപ്പിക്കും. അതായത് കോടതി വീണ്ടും അടുത്ത് ഈ കേസ് പരിഗണിക്കുന്ന 22-നാണ്. അതിന് തൊട്ട് മുൻപ് സിദ്ദിഖിനെ വിളിപ്പിക്കുക എന്നതാണ്. പരമാവധി തെളിവുകൾ അതിനകം ശേഖരിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ അങ്ങനെ ഒരു താല്പര്യം, തന്നെ ചോദ്യം ചെയ്യാൻ താൻ സന്നദ്ധനാണ്, അല്ലെങ്കിൽ എത്താൻ സന്നദ്ധനാണെന്ന് സിദ്ദിഖ് പറയുമ്പോൾ പ്രതിയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തിന് അനുകൂലമായ സമീപനമുണ്ട്. ഇക്കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കൂടി പ്രതിഭാഗത്തിന് കഴിയും. അതായത് ഒരു തരത്തിലും അന്വേഷണത്തോട് നിസ്സഹകരിച്ചില്ല, അന്വേഷണ സംഘം വിളിപ്പിച്ചില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും അങ്ങനെ കത്തയക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചു എന്ന് വരുത്താൻ പ്രതിഭാഗത്തിന് കഴിയും. അങ്ങനെ ഒരു അവസരം കൂടി അവർ ഈ ഘട്ടത്തിലൂടെ പ്രയോജനപ്പെടുത്തുകയാണ് സൈക്കിൾ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഏറ്റവും പുതിയ കാര്യം 22-ന് മുമ്പായി സിദ്ദിഖിനെ അന്വേഷണ സംഘം വിളിപ്പിച്ചു വരുത്തുമെന്നതാണ്. അങ്ങനെയെങ്കിൽ അത് അറസ്റ്റിലേക്ക് പോകാൻ താൽക്കാലികം നിയമ തടസ്സമുണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നുണ്ട്. എന്തായാലും സിദ്ദിഖിനെ താൻ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ സന്നദ്ധനാണെന്ന കാര്യം അറിയിക്കുന്നു. ഒപ്പം ഉടൻ വിളിപ്പിക്കുമെന്ന അന്വേഷണ സംഘത്തിന്റെ മറുപടി. ഇടവേളയാണ്.